ക്രിസ്മസ് പോലെയുള്ള ആഘോഷങ്ങൾക്ക് ഈ വൈനും ഒരു പ്രധാന കഥാപാത്രമാണല്ലേ. പക്ഷേ ഈ വൈനും ഡ്രിങ്ക്സും ഒക്കെ കഴിക്കുന്ന സമയത്ത് ആളുകൾ ഗ്ലാസുകൾ കൂട്ടിമുട്ടിച്ച് ചിയേഴ്സ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇത്തരം ചിയേഴ്സ് പറച്ചിലുകൾക്ക് പിന്നിലെ രസകരമായ കഥയും ചില മിത്തുകളുമാണ്. ഇതിന് പിന്നിലെ ഏറ്റവും പ്രശസ്തമായ കഥ തുടങ്ങുന്നത് പഴയകാല ഗ്രീസിലും റോമിലുമാണ്. അക്കാലത്ത് രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും എപ്പോഴും ഉണ്ടായിരുന്നൊരു ഭയമുണ്ട്. ശത്രുക്കൾ തങ്ങളുടെ വൈനിൽ വിഷം കലർത്തിയിട്ടുണ്ടാകുമോ എന്ന ഭയം. അതുകൊണ്ട് വിരുന്നുകളിൽ വിശ്വാസം തെളിയിക്കാനായി അവരൊരു വിദ്യ കണ്ടുപിടിച്ചു. വൈൻ ഗ്ലാസുകൾ ശക്തമായി കൂട്ടിമുട്ടിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തൻ്റെ ഗ്ലാസ്സിലെ വൈൻ അപ്പുറത്തുള്ള ആളിൻ്റെ ഗ്ലാസ്സിലേക്കും തിരിച്ചും തെറിച്ചു വീഴും. അതിൽ വിഷം കലർത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനും അഥവാ വിഷമുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും മരിക്കും എന്നൊരു പരസ്പര ധാരണയായിരുന്നു ഇതിനു പിന്നിൽ. എന്നാൽ ഇതിനേക്കാൾ രസകരമായ മറ്റൊരു കഥ കൂടിയുണ്ട്. ആ കഥ പുരാതന റോമിൽ നിന്നാണ്. അന്ന് അവർക്ക് വൈൻ എന്നത് ഒരു സാധാരണ പാനീയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീഞ്ഞിൻ്റെ അനുഭൂതി പഞ്ചേന്ദ്രിയങ്ങളും ആഘോഷിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. കണ്ണുകൾ കൊണ്ട് വീഞ്ഞിൻ്റെ നിറം കാണുമ്പോൾ മൂക്കുകൊണ്ട് ഗന്ധം ആസ്വദിക്കുകയും നാക്കുകൊണ്ട് രുചി നുണയുകയും കൈകൾ ആ തണുത്ത സ്പർശനമറിയുകയും ചെയ്യുന്നു. അതുപോലെ അഞ്ചാമത്തെ ഇന്ദ്രിയമായ ചെവിക്കു കൂടി ആനന്ദം നൽകാനായാണ് ഗ്ലാസുകൾ കൂട്ടിമുട്ടിച്ച് ശബ്ദമുണ്ടാക്കിയിരുന്നത് എന്നുമാണ് ആ കഥ. മധ്യകാല യൂറോപ്പിൽ മറ്റൊരു വിശ്വാസം കൂടി ഉണ്ടായിരുന്നു. മദ്യം കഴിക്കുമ്പോൾ ശരീരത്തിൽ ദുരാത്മാക്കൾ പ്രവേശിക്കുമെന്നും അതിനെ തുരത്താനായി ഗ്ലാസുകൾ കൂട്ടിമുട്ടിക്കണമെന്നുമായിരുന്നു അവരുടെ വിശ്വാസം. ചിയേഴ്സിന്റെ ഈ കഥകളും മിത്തുകളും പോലെ തന്നെ ചിയേഴ്സ് പറയുമ്പോൾ പാലിക്കേണ്ട രസകരമായ 3 നിയമങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തേത് ഡോണ്ട് ടോസ്റ്റ് വിത്ത് വാട്ടർ എന്നതാണ്. അതായത് പച്ചവെള്ളം കൊണ്ട് ചിയേഴ്സ് പറയാൻ പാടില്ല. അത് ഭാഗ്യദോഷമാണ് എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. രണ്ടാമത്തേത് സിപ്പ് ബിഫോർ യു സിറ്റ് ഡൗൺ എന്നതാണ്. ഗ്ലാസ് മുട്ടിച്ച ശേഷം കുടിക്കാതെ ടേബിളിൽ വെക്കരുത്. അത് മറ്റുള്ളവരോടുള്ള അനാദരവാണ്. ഒരു സിപ്പെങ്കിലും കുടിച്ച ശേഷമേ ഗ്ലാസ് താഴെ വയ്ക്കാൻ പാടുള്ളൂ എന്നതാണ് ആ വിശ്വാസം. മൂന്നാമത്തേത് ഐ കോണ്ടാക്റ്റ് ആണ്. ഇതാണ് ഏറ്റവും പ്രധാനം. യൂറോപ്പിലൊക്കെ ചിയേഴ്സ് പറയുമ്പോൾ പരസ്പരം കണ്ണിൽ നോക്കിയിരിക്കണം. കണ്ണ് വെട്ടിക്കുന്നത് വിശ്വാസവഞ്ചനയായിട്ടാണ് അവർ കരുതിയിരുന്നത്. മുഖം തെളിയട്ടെ എന്ന അർത്ഥം വരുന്ന പഴയ ഫ്രഞ്ച് വാക്കായ ഷിയറിൽ നിന്ന് വന്ന ഈ ചിയേഴ്സ് എന്ന ചെറിയ വാക്കിന് വലിയ മാനങ്ങളുണ്ട്. അത് സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ആഘോഷങ്ങളുടെയും കൂടിയാണ്.